ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാവുന്നത് പശ്ചിമ ബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ്. TMCയിലെ 20ഓളം എംപിമാർ BJPയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന വാർത്തകളും പ്രചരണങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു. എന്നാൽ ഈ വാർത്തകൾക്ക് പിന്നാലെ തന്നെ TMC നേതാവും MP-യുമായ കീർത്തി ആസാദ് രംഗത്തെത്തി ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ TMC ഇപ്പോഴും ശക്തമായ രാഷ്ട്രീയ ശക്തിയാണ്. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ അസംതൃപ്തി ഉണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇടയ്ക്കിടെ പുറത്തു വരുന്നുണ്ട്. ചില നേതാക്കൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും രാഷ്ട്രീയ സമ്മർദ്ദവും ചൂണ്ടിക്കാട്ടി പാർട്ടി വിടാൻ സാധ്യതയുണ്ടെന്ന പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് 20 എംപിമാർ BJPയിലേക്ക് പോകുമെന്ന വാർത്തകളും പ്രചരിച്ചത്. എന്നാൽ TMC നേതൃത്വം ഈ വാർത്തകളെ ഗൗരവമായി നിഷേധിച്ചു. കീർത്തി ആസാദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇത് BJP അനുകൂല പ്രചരണമാണെന്നും പാർട്ടിയിൽ വലിയൊരു കലാപമോ കൂട്ടരാജിയോ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം അഭ്യൂഹങ്ങൾ പുതിയ കാര്യമല്ല. തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും വലിയ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എതിരാളികൾ പാർട്ടിയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ TMCയും BJPയും തമ്മിലുള്ള പോരാട്ടം അതിശക്തമായതിനാൽ ഇത്തരം വാർത്തകൾക്ക് വലിയ പ്രചാരം ലഭിക്കുന്നു. TMCയുടെ പ്രധാന ലക്ഷ്യം 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പാണ്. മമതാ ബാനർജി ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാന പ്രതിപക്ഷ നേതാവായി നിലകൊള്ളുമ്പോഴും സംസ്ഥാനത്തെ അധികാരം നിലനിർത്തുക എന്നതാണ് പാർട്ടിയുടെ ആദ്യ പരിഗണന. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലെ അസംതൃപ്തി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും നേതാക്കളെ ഒന്നിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ TMC ശക്തമാക്കാനാണ് സാധ്യത. ജില്ലാതല സംഘടനകളെ കൂടുതൽ സജീവമാക്കുക, യുവജന വിഭാഗത്തെ ശക്തിപ്പെടുത്തുക, ന്യൂനപക്ഷ ഗ്രാമീണ വോട്ടർമാരുമായുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കുക തുടങ്ങിയ നടപടികൾ പാർട്ടി ഇനി സ്വീകരിക്കും. മറുവശത്ത് BJPയും ബംഗാളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. TMCയിലെ പ്രമുഖ നേതാക്കളെ തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിപ്പിക്കാൻ BJP ശ്രമിക്കുന്ന വിലയിരുത്തലുകൾ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 20 എംപിമാർ ഒരുമിച്ച് പാർട്ടി വിടുമെന്ന അവകാശവാദത്തിന് ഇതുവരെ വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടില്ല. സംഘടനാപരമായ ഐക്യം കൂടുതൽ ശക്തമാക്കുക, കേന്ദ്ര സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ബംഗാളിന്റെ പ്രാദേശിക വികാരം ശക്തിപ്പെടുത്തുക, ഇന്ത്യ മുന്നണിയിലെ തങ്ങളുടെ സ്വാധീനം നിലനിർത്തിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലും സജീവമായി തുടരുക എന്നിവയാണ് TMCയുടെ അടുത്ത ലക്ഷ്യം. BJP ബംഗാളിൽ കൂടുതൽ ശക്തിപ്പെടാൻ ശ്രമിക്കുന്നു. TMC സ്വന്തം കോട്ട കൂടുതൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ പോരാട്ടത്തിന്റെ അടുത്ത അധ്യായം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള വഴിയിലാണ്. Waytonikah.com, the exclusive Muslim matrimonial site.